ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. പുതുവർഷമാണ്. എല്ലാവർക്കും നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. പുതുവർഷം ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് നല്ലൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. ബ്രെഡ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ സൈഡ് ഫുള്ളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിൻ്റെ ബ്രൗൺ സൈഡ് ഫുള്ളും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. ഇത്രയും ആവശ്യം വരില്ല, ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് ആവശ്യം വരുള്ളൂ. അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നുകൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം. നെയ്യ് കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബദാമും പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബദാമും പിസ്തയും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്യൂനട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് നമുക്കിതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം. അതിനുശേഷം ഒരു വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തൊരു ചെറിയ കുഴി ഉണ്ടാക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടോ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ളിലേക്ക് നമ്മുടെ നട്ട്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ ഓരോന്നിനകത്തും കുറച്ച് നട്ട്സ് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ ഓരോന്നിനകത്തും കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഓരോ ഉരുളകളാക്കി മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇതിങ്ങനെ തന്നെ ഉരുളകളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെയും ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. എല്ലാ ഉരുളകളും ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 7 ബ്രെഡിൽ നിന്ന് ഇത്രയും ഉരുളകളാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഷുഗർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഷുഗർ എന്ന് പറയുന്നത് 200 ഗ്രാം ഷുഗറാണ്. നമ്മൾ ഏത് കപ്പിലാണോ ഷുഗർ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ വേണം നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മൾ ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. എന്നിട്ട് വേണം നമ്മളിത് മാറ്റി വെക്കാനായിട്ട്. അതല്ലാതെ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച ഉടനെ തന്നെ നമ്മളിത് എടുക്കരുത്. ഒരു സ്ട്രിങ് വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ചെറിയൊരു രീതിയിൽ തിക്നെസ് ആകാതെ നമ്മളിപ്പോൾ സ്വീറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള സ്കിന്നെല്ലാം റിമൂവായിട്ട് പോകും പെട്ടെന്ന്. അതിൻ്റെ പേരിൽ ഷുഗർ സിറപ്പ് ചെറിയ രീതിയിലൊന്ന് തിക്കായിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി വെക്കാവൂ. നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു നൂല് പോലെ ഇങ്ങനെ പോവും. അതാണ് ആ ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഒരു മണമൊക്കെ ഉണ്ടാകും. കൂടെ തന്നെ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർക്കുകയാണ്. ഇത് നമ്മൾ ചേർക്കുന്നത് ചെറിയൊരു ലൈറ്റ് യെല്ലോഷ് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബ്രെഡ് റോളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട്. അതിനുശേഷം ലോയിൽ വെച്ചിട്ട് വേണം, ഫ്ലെയിം നല്ലതുപോലെ ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞിട്ട് അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ നല്ലതുപോലെ ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം ഈ ബോൾസിനുള്ളിൽ ഓരോന്നിനുള്ളിലും കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് എല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് തന്നെ ഇത് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ ഇതെന്തായാലും ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്ത് എടുക്കാം.
കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല നമ്മളിത് എന്ത് സ്വീറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു ബ്രെഡ് സ്വീറ്റാണിത്. ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഇതിൻ്റെ റെസിപ്പീസ് എല്ലാം നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.